ഞാൻ ചേട്ടന് പപ്പട ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരികയാണെങ്കിൽ ചേട്ടൻ കാണും? സാധ്യതയില്ല. കാരണം സമയക്കുറവുകൊണ്ടാണ്. സമയം കൊണ്ട് കൊടുക്കുന്ന 150 രൂപ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് ദിലീപിന്റെ സിനിമ കാണോ? 18-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് കാണില്ല. എന്തുകൊണ്ട്? ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയ പടമാണ്. അവര് ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് ഡയറക്ട് ചെയ്ത പടമാണ്. ദിലീപ് ഒരാള് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് അയാള് തന്നെ തെളിയിക്കേണ്ട ഒരു അവസ്ഥ കോടതിയിൽ ഉണ്ടാവുക, അത് ഭയങ്കര ഒരു പങ്കാളി അല്ലാണ്ട് അയാൾ അറസ്റ്റ് ചെയ്യില്ലല്ലോ. 89 ദിവസം ജയിലിൽ വെറുതെ കിടക്കൊന്നുമില്ല ആരും. അത് പിന്നീട് പുറത്തു വന്നതിന് ശേഷം തെളിവുകൾ കാശ് കൊടുത്ത് ഒതുക്കാവുന്നവരേ ഉള്ളൂ. നല്ല വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന ദിലീപിന്റെ വാർത്തകളാണ്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ കോടതി വിധി വന്നതിന് ശേഷം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പേഴ്സണലായിട്ട് അഭിപ്രായം എന്താണ് ഈ വിധിയോട്? അപ്പൊ ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിജീവിതയുടെ പോസ്റ്റ് കണ്ടിരുന്നു. ആ പോസ്റ്റ് കണ്ട അതിജീവിത തന്നെ പറയുവാണ് അതിജീവിതക്ക് നീതി കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ പിന്നെ നീതി കിട്ടിയിട്ട് ബാക്കി ആര്? കോടതി പറഞ്ഞിട്ട് എന്ത് കാര്യം? ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിജീവിതല്ലേ പറയേണ്ടത് നീതി കിട്ടിയോ ഇല്ലയോ. പുള്ളിക്കാർക്ക് സ്ട്രോങ് ആയിട്ട് ഒരാളുടെ പേര് പറയുമ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മളല്ലേ. പോസ്റ്റ് കണ്ടപ്പോ നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ ആ പോസ്റ്റ് കണ്ടപ്പോഴല്ല, അല്ലാണ്ട് ഈ കേസിന് നല്ല രീതിക്ക് പഠിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കുറെ തവണ മാനിപ്പുലേഷൻസ്, ടാമ്പറിങ്, മെമ്മറി കാർഡ് ടാമ്പറിങ്, അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ആരും ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറയുന്നു. ഇപ്പൊ പിന്നെ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പിന്നെ ആരും എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുവാണ്. അതിന് ഇതുവരെ 8 വർഷമായിട്ട് ഇതുവരെ അതിനൊരു ആൻസർ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഐ സ്ട്രോങ്ലി ബിലീവ്. ഇപ്പൊ ദിലീപിന്റെ പടം വരുന്നുണ്ട് 18-ാം തീയതി. പടത്തിന്റെ പേരറിയോ? മോഹൻലാലായിട്ടുള്ളതല്ലേ? അത് കാണാൻ പോവോ? അത് ഞാൻ കൊടുക്കുന്ന 150 രൂപ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് ദിലീപ് ഉണ്ടാവുമോ എനിക്ക് താല്പര്യമില്ല. അത് ദിലീപ് അഭിനയിക്കുന്ന ഒരു ചിത്രമാണ്, അല്ലാണ്ട് ദിലീപിന്റെ സിനിമ അല്ല. അതിന് 2 റൈറ്റേഴ്സ് ഉണ്ട്, ഒരു ഡയറക്ടർ ഉണ്ട്, അതിന് ബിഹൈൻഡ് ആയിട്ട് കുറെ ക്രൂ മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നു. ലാലേട്ടൻ ഉണ്ട്, വിനീത് ഉണ്ട്, ധ്യാൻ ഉണ്ട്, വേറെ കുറെ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ഒരു ദിലീപിന്റെ പടം മാത്രമേ എന്തുകൊണ്ട് കാണില്ല എന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഐ വിൽ നോട്ട് സീ ഇറ്റ്. ഇനിയുള്ള ഒരു പടവും കാണില്ല എന്നാണ് എന്റെ. ലാസ്റ്റ് ദിലീപിന്റെ പടം തിയേറ്ററിൽ കണ്ടായിരുന്നു ജാക്ക് ഡാനിയൽസ്. അല്ലാണ്ട് അതിന് മുന്നേ അതിന്റെ ശേഷം ഒന്നും കണ്ടിട്ടില്ല. അത് ഈ വന്നതിന്റെ ശേഷമാണോ? അല്ല, ഞാൻ ഈ അടുത്താണ് ഇതിനെപ്പറ്റി, ഈ വിധി വന്നാലാണ് ഇതിനെപ്പറ്റി ഭയങ്കര ഇതായിട്ട് പഠിച്ചത്. അത് വായിക്കുവാണെങ്കിൽ ഓക്കെ. ഈ വിധിയോട് പ്രമാണിച്ചോന്ന് മാത്രാണോ എന്നാൽ ദിലീപിന്റെ ഈ പടം കാണില്ല എന്ന് പറയുന്നത്? അങ്ങനല്ല, എനിക്ക് പേഴ്സണലി ആ വ്യക്തിയോട് ഭയങ്കര ഹേറ്റ് ആയിപ്പോയി. ആ വ്യക്തിയോടുള്ള ഹേറ്റ് കൊണ്ട് അതിന്റെ ഡയറക്ടർ, അതിന്റെ റൈറ്റേഴ്സിനൊക്കെ ബാധിക്കലല്ലേ നിങ്ങളുടെ ഒരു? അത് ശരിയാണ്. വേറെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആണ്. പക്ഷെ എന്റെ പെർസ്പെക്റ്റീവ്, മൈ പോയിന്റ് ഓഫ് വ്യൂ, അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഈ അഭിപ്രായത്തോടെ എന്താ പറയാനുള്ളത്? ഒന്നല്ല, ദിലീപിന്റെ സിനിമ കാണോ? 18-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് കാണില്ല. എന്തുകൊണ്ട്? ദിലീപിനെ ഇഷ്ടമല്ല? എന്തുകൊണ്ട്? ചിരിച്ചോണ്ടല്ല പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചില്ലേ, ഇപ്പൊ നേരത്തെ ചോദിച്ചത് ദിലീപിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രം കാണാണ്ടാണോ? നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെ. ഇതില് ഡയറക്ടർ ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, അവര് ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയ പടമാണ്. അവര് ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് ഡയറക്ട് ചെയ്ത പടമാണ്. ദിലീപ് അതുകൊണ്ട് കാണില്ല. അത് ദിലീപ് മാത്രമല്ലല്ലോ, വിനീത് ഉണ്ട്, ധ്യാൻ ഉണ്ട്, ലാലേട്ടൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു ഡിസിഷൻ ചിലപ്പോ ഒരുപാട് ആൾക്കാരല്ലേ ബാധിക്കുന്നത്. ഒരു ദിലീപ് എന്ന ഇതായതുകൊണ്ട് മാത്രം. അത് തെറ്റാന്ന് തോന്നുന്നുണ്ടോ? തോന്നില്ല. എന്തായാലും കാണൂല, കാണാൻ പോവില്ല. കാണാൻ പോവില്ല. എന്തുകൊണ്ട്? കാണാൻ താല്പര്യമില്ല. കാരണം അതുകൊണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ദിലീപിന്റെ ഡയറക്ടർ ആരാണ്, റൈറ്റർ ആരാണ്, ബാക്കിയുള്ള ആൾക്കാരോ? അത് കാണേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ ഒരു ഡിസിഷൻ ചിലപ്പോ അവരുടെ ഫ്യൂച്ചറിനല്ലേ ബാധിക്കുന്നത്, ദിലീപിനെ മാത്രമല്ലല്ലോ എഫക്ട് ചെയ്യണത്. എനിക്ക് കാണണമെന്ന് താല്പര്യമില്ലല്ലോ. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ശരിക്കുന്ന വാർത്തകൾ എന്താണെന്ന് അറിയാലോ, ദിലീപിനെ കുറിച്ചുള്ള വാർത്തകളാണ്. കോടതി വിധി വന്നതിന് ശേഷം തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പേഴ്സണലായിട്ട് എന്താണ് അഭിപ്രായം കോടതി വിധിയോട്? എനിക്ക് കോടതി വിധിയിൽ വലിയ താല്പര്യം. കാരണം കുറ്റം ചെയ്തവര് മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ആസൂത്രണം ചെയ്തവര് വെളിയിലാണല്ലോ ഉള്ളത്. അത് തെളിവിന്റെ അഭാവത്തിലാണ് കോടതി വിധി പറഞ്ഞേക്കുന്നത്.
പക്ഷെ ഒരാള് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് അയാള് തന്നെ തെളിയിക്കേണ്ട ഒരു അവസ്ഥ കോടതിയിൽ ഉണ്ടാവുക അത് ഭയങ്കര ഒരു അവസ്ഥ തന്നെയാണ്. പീഡിപ്പിക്കപ്പെട്ടു എന്നത് എല്ലാവർക്കും അറിയാം. അതിന് തെളിവുണ്ട്, അതിന് കുറ്റം ചെയ്ത ആൾക്കാരുണ്ട്. കുറ്റം ചെയ്ത ആൾക്കാരുണ്ടാവുമ്പോൾ അത് പറഞ്ഞിട്ട് ആൾക്കാരും ഉണ്ടാവണമല്ലോ, അതിന് ഗൂഢാലോചന നടത്തിയ ആൾക്കാരും ഉണ്ടാവണം. അപ്പം ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും ആ വിധി ഭയങ്കര മോശമാണ് വിധിയായിട്ട് തന്നെ തോന്നുന്നു. കാരണം ഗൂഢാലോചന ചെയ്തവർക്ക് സ്വതന്ത്രമായിട്ട് വെളിയിൽ നടക്കാമെങ്കിൽ കുറ്റം ചെയ്തവർക്ക് പിന്നെ അവരെ കൂടെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. പേഴ്സണലി വിചാരിക്കണോ ദിലീപ് ഏതെങ്കിലും തരത്തിൽ ഇത് പങ്കാളിയാണെന്നുള്ളത്? പങ്കാളി അല്ലാണ്ട് അയാൾ അറസ്റ്റ് ചെയ്യില്ലല്ലോ. 89 ദിവസം ജയിലിൽ വെറുതെ കിടക്കൊന്നുമില്ല ആരും. അത് പിന്നീട് പുറത്തു വന്നതിന് ശേഷം തെളിവുകൾ കാശ് കൊടുത്ത് ഒതുക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്യാഷുള്ള ആളാണ്, ഫേമസ് ആയിട്ടൊരു നടനാണ്, അയാൾ കൊടുക്കാവുന്നേ ഉള്ളൂ. അയാളുടെ മുൻ ഭാര്യ തന്നെ പറയുന്നുണ്ട് അതിന് ഇരയുടെ കൂടെ അല്ലേ നിൽക്കുന്നത്. ചുമ്മാ ഒരാളെ വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. തെളിവുകൾ ഉണ്ടായിരുന്നു, തെളിവുകൾ അത് കാശ് കൊടുത്ത് ഒതുക്കിയത്. ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം നമ്മള് പത്രമൊക്കെ വായിക്കുന്നുണ്ടല്ലോ. ഇത് തുടങ്ങിയെന്ന് അന്ന് മുതലുള്ള പത്രം ഉണ്ടല്ലോ, അന്ന് മുതൽ ദിലീപിന്റെ പേരുണ്ട്. വെറുതെ ദിലീപിന്റെ പേര് വരില്ലല്ലോ. അതിന് തെളിവുകളുണ്ട്. അവരുടെ വീട് സെർച്ച് ചെയ്തിട്ട് പെൺഡ്രൈവ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂസ് ഒക്കെ വന്നിട്ടുള്ളതാണല്ലോ. ന്യൂസുകാര് കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ ദിലീപിനെ വെറുതെ ഒരു കേസിലേക്ക് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ കുറ്റം ചെയ്തുകൊണ്ടാണല്ലോ അയാളുടെ പേര് വരേണ്ട ആവശ്യം ഉണ്ടായത്. പിന്നീട് കോടതിയിൽ തെളിഞ്ഞോ ഇന്നല്ല, അയാളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തു എന്നൊരു റീസൺ ഉണ്ടല്ലോ, ഇതിന് കാരണമുണ്ടോ. ചുമ്മാ ഒരാളെ പോയി പീഡിപ്പിക്കാൻ പറ്റുമോ? ഒരാൾ പറഞ്ഞു വിടാതെ ഒരാൾ പോയി അത് ഫസ്റ്റ് അയാള് കുറ്റവാളി തന്നെ കുറ്റം സമ്മതിച്ചതാണല്ലോ. 18-ാം തീയതി ദിലീപിന്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട്, അത് ഏതാണെന്ന് അറിയോ? ഇല്ല, ഞാൻ പടം ബബ്ബ തന്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട്. ബബ്ബ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോവോ ദിലീപിന്റെ? നല്ല സിനിമയാണ് കാണാൻ പോകും. കാരണം പ്രൊഫഷണലും പേഴ്സണലും വേറെ ഇല്ല. നല്ല സിനിമയാണ് കാണാൻ പോകും. അല്ലാണ്ട് ഈ വിധിയോട് എതിർത്തിട്ട് കാണാൻ പോവാതിരിക്കായൊന്നുമില്ല. അങ്ങനെ ഞാൻ പൊതുവെ സിനിമ തിയേറ്ററിൽ പോയി കാണാറില്ല. അതിന് ടൈമൊന്നുമില്ല. പോവോന്ന് നല്ല സിനിമയാണെങ്കിൽ കാണാൻ പോകും, നല്ല സിനിമ അല്ലെങ്കിൽ കാണണ്ട. പക്ഷെ ഞാൻ കാശ് കൊടുക്കണം, ഞാനല്ലേ കാശ് കൊടുക്കണം. ഞാനാവുമ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് നല്ല സിനിമയാണെങ്കിൽ മാത്രമല്ല, ദിലീപിന്റെ സിനിമയാണെന്ന് പറഞ്ഞ് കാണാൻ പോകും. നല്ല സിനിമയാണ്, നല്ല റിവ്യൂ ഉണ്ടെങ്കിൽ കാണാൻ പോകും. ഈ വിധി വന്നതിന് ശേഷമല്ലേ ഈ സിനിമയോട് ബഹിഷ്കരിക്കണം അല്ലെങ്കിൽ മറ്റേ വാർത്ത കണ്ടിട്ടുണ്ടായില്ലേ ഒരു KSRTC-യില്? ഞാൻ കണ്ടു. അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഒന്നും എനിക്കില്ല. അത് മുന്നേ അത് അയാളുടെ പ്രൊഫഷനാണ്. പേഴ്സണൽ ലൈഫും പ്രൊഫഷനായിട്ട് കൂട്ടി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിലീപിന്റെ സിനിമ എന്തായാലും കാണും, കുഴപ്പമൊന്നുമുള്ളതല്ല. ലാസ്റ്റ് ദിലീപിന്റെ തിയേറ്ററിൽ പോയി കണ്ട പടം ഏതാ? ഞാൻ നിലവിൽ ഇതേവരെ ദിലീപിന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ടിവിയിലുണ്ടേതാ? കറക്കം കളിയാണ്. അല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല. അല്ല, ദിലീപിന്റെ എല്ലാ സിനിമയും കാണും. എനിക്ക് ഇഷ്ടമുള്ള നടനാണ്. പ്രൊഫഷണലി എനിക്ക് അയാളെ ഇഷ്ടമാണ്. പേഴ്സണലി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് യോജിക്കും. ഞാനൊരു സ്ത്രീയാണ്, എനിക്കത് യോജിക്കാൻ കഴിയില്ല. അയാളൊരു മകളുടെ അച്ഛനാണ്, ചെയ്യാൻ പാടില്ലാത്ത വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ദിലീപിന്റെ വാർത്തകളാണ്. ചേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും. കോടതി വിധി വന്നതിന്റെ ശേഷം അതിൽ പല രീതിയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ചേട്ടൻ പേഴ്സണലി എന്താണ് കോടതി വിധിയോട് പറയാനുള്ളത്? കോടതി വിധിയോടെന്ന് പറഞ്ഞാൽ നമുക്ക് കോടതി വിധിയോടൊന്നും പറയാനില്ല. അതൊക്കെ അവർ കണ്ടെത്തുന്ന ഫൈൻഡിങ്സ് അല്ലേ. പിന്നെ നമുക്ക് യോജിപ്പില്ല എന്ന് മാത്രം അതിനകത്ത്. കോടതി വിധിയോട് നമുക്ക് യോജിപ്പില്ല എന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പെൺപിള്ളേർക്ക് കൂടെ പോകുന്ന ഒരു ഇതിനകത്താണ് നമ്മൾ കൂടുതൽ ചെയ്യണത്. അപ്പൊ അത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് അത്ര ഇത്തിരി ബുദ്ധിമുട്ട്. പക്ഷെ കോടതി ഇന്നത് ചെയ്യണം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലാത്ത കാരണം നമുക്കൊന്നും പറയാനില്ല. പേഴ്സണലി ദിലീപ് ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? സത്യത്തിൽ എനിക്ക് അല്പ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. വിശ്വാസമുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ഇനി ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും തന്നെ വിചാരിക്കണം. കാരണം അങ്ങനെ തോന്നാനുള്ള കാരണം നമ്മളിപ്പോ എന്തിനും വിശ്വസിക്കണം വിശ്വസിക്കാതിരിക്കണത് നമ്മുടെ മുമ്പിൽ വരുന്ന ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പൊ അത് വെച്ച് നോക്കി കഴിയുമ്പോ നമുക്ക് ആ ഫാക്ട്സ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ അതിനകത്തൊരു ചെറിയ ചാൻസ് ഉണ്ടെന്നേ നമ്മൾ കാണുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അത് തന്നെ അഭിപ്രായം. എന്താണ് ഈ കോടതി വിധിയോട് എന്താണ് അംഗീകരിക്കുന്നു? കോടതി വിധി ഇല്ല, പെൺകുട്ടിയുടെ ഒപ്പമാണ്. കാരണം അങ്ങനെ അംഗീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? അംഗീകരിക്കാത്തതിന്റെ കാരണങ്ങള് വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല. അവര് പേപ്പറിൽ കാണുന്നതല്ലേ നമ്മള് അറിയണത്. അപ്പൊ അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ദിലീപിന്റെ ഭാഗത്ത് കുറച്ച് ശരികേടുകളുണ്ട്. ദിലീപിന്റെ സിനിമ ഇറങ്ങുന്നുണ്ട് 18-ാം തീയതി. പടത്തിന്റെ പേര് അറിയോ ചേച്ചിക്ക്? ഇല്ലില്ല, ഞങ്ങള് സിനിമ ഒന്നും കാണാറില്ല. ഇപ്പൊ ബബ്ബ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ സിനിമ അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമെന്നുള്ളതാണ്. ഇല്ലില്ല, ഈ വിധി വന്നതിന്റെ കാരണമാണ്. അതുകൊണ്ടല്ല, ഞങ്ങള് പൊതുവെ സിനിമ കാണാറില്ല.
അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ രണ്ടാൾക്കാർക്കല്ലേ ഫ്രീ ആയിട്ട് ടിക്കറ്റ് തരാണ് ദിലീപിന്റെ സിനിമ കാണാൻ, അങ്ങനെ എങ്ങനെ പോവോ? ഇല്ല, എന്താ താല്പര്യമില്ല. ദിലീപിന്റെ ഇതുകൊണ്ടല്ല, സിനിമനെ ഞങ്ങൾ കാണാറില്ല, താല്പര്യമില്ല. ഇതിനോട് നമുക്ക് താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ നടക്കട്ടെ, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പണ്ടത്തെ പോലെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ, കാണുന്നവർ കാണട്ടെ. പക്ഷെ നമുക്ക് അതിനോട് താല്പര്യമില്ല. ഈ സൂപ്പർ സ്റ്റാറും മറ്റുള്ള സൂപ്പർ ഹൈ ഇവരൊക്കെ ഒരു പ്രത്യേക മാനറിൽ ജീവിക്കുന്നതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല. അവരവരുടെ തൊഴിൽ ചെയ്യണു, നമ്മൾ നമ്മുടെ തൊഴിൽ ചെയ്ത് ജീവിക്കണം. ഇതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും ഇല്ല, അവർക്ക് അവരുടെ ഇതിനകത്ത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്, അവരവരുടെ ജോലി ചെയ്ത് അവർ ജീവിക്കട്ടെ, അത്രേ നമുക്ക് ഇതിനകത്തുള്ളൂ. ദിലീപിന്റെ സിനിമ അങ്ങനെയെങ്കിൽ ടിക്കറ്റ് ദിലീപിനോട് പ്രത്യേകിച്ച് ദിലീപ് നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ച അതിനോട് നമുക്ക് എതിരൊന്നുമില്ല. അവര് ദിലീപിനെ പേഴ്സണലായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദിലീപിനോട് പ്രത്യേകിച്ച് ദേഷ്യം കാണിക്കേണ്ട കാര്യമോ സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല. ദിലീപ് ഒരു നല്ല കഥാപാത്രം അഭിനയിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും നമ്മൾ. ചീത്തയാണെങ്കിൽ നമ്മൾ ചീത്തയാണ്. അതിപ്പോ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും അവരുടെ കഥാപാത്രത്തെ മാത്രമേ നമ്മൾ സ്നേഹിക്കണുള്ളൂ, വ്യക്തികളെ നമ്മൾ സ്നേഹിക്കണമൊന്നുമില്ല. അത് അവരുടെ തൊഴിൽ. വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ദിലീപിന്റെ വാർത്തകളാണ്. ഇത് കോടതി വിധി വന്നതിന് ശേഷം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. ഈ വിധിയിൽ എന്താണ് ചേട്ടൻ പറയാനുള്ളത്? കോടതി വിധി നല്ലതാണ്. ദിലീപ് നിരപരാധിയാണ്. നിരപരാധിയാണ്. അപ്പൊ ഇങ്ങനെ ഇതിന് മറിച്ചും പറയുന്നവരുണ്ടല്ലോ. മറിച്ച് ഓരോരുത്തരുടെ ചിന്താഗതിയല്ലേ. കോടതിക്ക് മനസ്സിലായാലും ആരാ തെറ്റ് ചെയ്തേക്കണമെന്നില്ല. കോടതി വിധി അന്തിമമാണ്. അതെ. ഈ അതോടൊപ്പം തന്നെ ഈ 18-ാം തീയതി ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. പടത്തിന്റെ പേരെന്നാലും അറിയോ? അത് കാണാൻ പോകില്ല, കണ്ടിരിക്കും. അത് കാണാൻ പോകില്ല എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അതെന്തായാലും കണ്ടിരിക്കും. ഞാൻ അങ്ങനെ സിനിമ കാണാത്ത ആളാണ്. എന്തായാലും കണ്ടിരിക്കും. ദിലീപിന്റെ സിനിമ ആയതുകൊണ്ട് ഈ വിധി വന്നതിന്റെ ശേഷം എന്തായാലും കണ്ടിരിക്കും. ദിലീപ് അതിനോട് യാതൊരു മോശമൊന്നുമില്ല. ഇല്ല. സിനിമ വേറെ, ഇത് വേറെ. ചേട്ടൻ എന്താ പറയാ ഈ വിധിയോട്? സെയിം അഭിപ്രായക്കാരനാണ്. ഈ വിധിയോടോ എന്താണ് അഭിപ്രായം? കോടതി വിധിയോട് വിധി കറക്റ്റാണ്. കാരണം കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടല്ലോ, 6 പേര് ശിക്ഷിച്ചല്ലോ. അയാള് നിരപരാധിത്വം തെളിയിക്കണോണ്ടാണല്ലോ കോടതിയാണല്ലോ അൾട്ടിമേറ്റ് നമ്മുടെ. കോടതി പറയണതിൽ നമുക്ക് അത് തന്നെയാണ് എന്റെ അഭിപ്രായം. വേറെ അഭിപ്രായങ്ങളൊന്നും ഇല്ല, ഈ കോടതി ആണ് അൾട്ടിമേറ്റ്. ഈ ഇൻഡസ്ട്രിയില്, സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പലർക്കും പല വിയോജിപ്പുകളും ഉണ്ട് വരുന്നുണ്ട്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ കോടതിയുടെ വിധി തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ പപ്പ എന്ന് പറഞ്ഞ സിനിമ 18-ാം തീയതി കാണാൻ പോകും. തീർച്ചയായിട്ടും അവസരം കിട്ടിയാൽ ഞാൻ കാണും. നല്ല സിനിമയാണെന്ന് അറിയാമെങ്കിൽ എന്തായാലും കാണാൻ പോകും. തീർച്ചയായിട്ടും കാണും. അല്ലാതെ യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. അതിജീവിതക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ചിന്താഗതി. പിന്നെ സിനിമ കാണുമെന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് ചിലപ്പോ കാണുമായിരിക്കും, അതില്ലായിരിക്കും. പക്ഷെ അല്ല, കാണുമായിരിക്കും ഇല്ലായിരിക്കും, രണ്ടിലൊന്നുമല്ലേ നിക്കല്ലേ, ഏതിലൊന്നും. അങ്ങനെ എപ്പോഴും സിനിമ കാണാൻ പോകുന്ന ആളല്ല ഞാൻ. അല്ല, ഞാൻ ചേട്ടന് പപ്പയുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരികയാണെങ്കിൽ ചേട്ടൻ കാണാം. സാധ്യതയില്ല. കാരണം സമയക്കുറവുകൊണ്ടാണ്. ചേട്ടന് സമയം ഉണ്ട് വിചാരിക്കുക, ടിക്കറ്റ് ഞാൻ ഫ്രീ ആയിട്ട് തരികയും ചെയ്യാം. എന്നാലും കാണാനുള്ള സാധ്യതയില്ല. അതല്ല, എന്തുകൊണ്ട് ഈ വിധിയുടെ യോജിക്കുന്നില്ല? ഈ വിധിയിൽ കോടതിയെ നമ്മൾ മാനിക്കണം തന്നെ വേണം. പക്ഷേ അതിജീവിതക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സിനിമ കാണാൻ പോകുന്നില്ല എന്നല്ല പറഞ്ഞത്. സിനിമ പൊതുവെ കാണാറില്ല. ഫ്രീ ആയിട്ട് ടിക്കറ്റ് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയാലും അങ്ങനെ പോകാൻ താല്പര്യമുള്ള ആളല്ല. താല്പര്യമില്ല. ഈ വിധിയോട് വിയോജിപ്പുള്ളതുകൊണ്ടാണ് മറ്റേ എന്താണ് സിനിമ അങ്ങനെയൊന്നുമല്ല. വിധിയോട് വിയോജിപ്പുള്ളതുകൊണ്ടൊന്നല്ല. പക്ഷെ അതിജീവിതക്ക് ഒരു നീതി കിട്ടിയില്ല എന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ട്. അതുകൊണ്ട് സിനിമ കാണില്ല. സിനിമ കാണുന്നല്ല, സിനിമ കാണാറില്ല പൊതുവെ. അതിപ്പോ ദിലീപിന്റെ ആയാലും ശരി, പൊതുവെ തിയേറ്ററിൽ ഇപ്പോൾ സിനിമ കാണുന്ന ശരി. ലാസ്റ്റ് ദിലീപിന്റെ സിനിമ കണ്ട ഫിലിം ഏതാ? എനിക്കാണ് ഇതാണ് ആ നവ്യ നായരുടെ സിനിമ ഉണ്ടായല്ല, വളരെ പഴയത്. നമ്മളുടെ പട്ടണത്തിൽ സുന്ദരനൊക്കെയാണോ? അല്ലല്ല, പാണ്ടിപ്പടയാണ് ലാസ്റ്റ് ദിലീപിന്റെ കണ്ടത്. തിയേറ്ററിൽ പോയി കണ്ടത്. അതിന് പിന്നെ കണ്ടിട്ടില്ല. അത് ചേട്ടൻ കണ്ടിട്ടില്ല. അത് ചേട്ടൻ പൊതുവെ തിയേറ്ററിൽ പോവാറില്ല. ഒന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ദുരന്തമാണ്. അത് കാണാം. രാമലീലും കണ്ടിട്ടില്ല. ഇല്ല, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ആ സമയത്തൊക്കെ കൊറോണ കൊണ്ട് കഴിഞ്ഞില്ലേ? അല്ലേ? എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ ആ പടം ഒന്ന് തിയേറ്ററിൽ ഒരു ടിവിയിൽ വരുമ്പോൾ അത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ കണ്ടിട്ടില്ല. സിനിമ ഇറങ്ങുന്നുണ്ട്, അതെന്താ അറിയോ? ബബ്ബ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കണ്ടിരുന്നു. സിനിമ അല്ല, ഇൻസ്റ്റയില് ഫോട്ടോ കണ്ടിരുന്നു. ആരുടെ സിനിമ? ദിലീപിന്റെ. ദിലീപ് അല്ലാണ്ട് വേറെ ആരുള്ളത്? ലാസ്റ്റ് ദിലീപിനെ കണ്ട സിനിമ ഏതാ? ഓർക്കുന്നില്ല. ദിലീപിനെ ബബ്ബയുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയാണെങ്കിൽ കാണാൻ പോകും.
താല്പര്യമില്ല. എന്ത് ദിലീപിന്റെ സിനിമ തിയേറ്ററിൽ പോയി കാണില്ല? ഇല്ല, കാണാറില്ല. തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല? ഇല്ല ദിലീപിന്റെ സിനിമ ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഇടാൻ പോകില്ല? ഇല്ല പോകില്ല. ലാസ്റ്റ് ദിലീപിനെ കണ്ട സിനിമ ഏതാ? അതാണ് ഓർമ്മയില്ല, കൊറേ നാളായി. തിയേറ്ററിൽ പോയി കണ്ട ലാസ്റ്റ് പടം ഏതാ? ഓർമ്മയില്ല, അതും ഓർമ്മയില്ല. കൊറേ നാളായി സിനിമ കണ്ടിട്ട്. എത്ര വർഷമായി? ടി വി കാണാറില്ലേ? ഫോണിൽ കാണാറുണ്ടോ? ഫോണിലും കാണും. ലാസ്റ്റ് കണ്ട ദിലീപിന്റെ സിനിമ ഓർമ്മയുള്ള ഏതാ? സമയമില്ല. ചോദ്യം ഒരു ചോദ്യം പറഞ്ഞാലേ 18-ാം തീയതി ദിലീപിന്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട്, ഏതാണെന്ന് അറിയോ? അറിയില്ല. പടത്തിനെ കുറിച്ച് കേട്ടിട്ട് ബബ്ബ എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് കേട്ടിട്ടാ? മലയാളി അല്ലേ? അത്യാവശ്യം